പ്ലസ് ടു കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ 5ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേൺസ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിലെ ബേസ് ചെയ്ത പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ആദ്യത്തേത് നേൺസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് വൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽ പൊട്ടൻഷ്യൽ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Now the third one relationship between Gibbs energy and equilibrium constant. അതുകൂടാതെ നമ്മൾ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു, അതായത് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. അപ്പൊ ഇത്രയും ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഇത് ഫൈനൽ എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് മുഴുവൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന പ്രോബ്ലംസിന്റെ മാർക്ക് നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, ലെറ്റ് us start the first question. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ ഇൻടെക്സ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇൻടെക്സ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സൊല്യൂഷൻ ഹൂസ് pH is 10. ഇവിടെ pH തന്നിട്ടുണ്ട് അല്ലേ? അപ്പം pH എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അറിയണം. സോ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. എന്താണ് pH? pH is the negative logarithm of hydronium ion concentration. So pH is equal to 10 എന്ന് തന്നിട്ടുണ്ട്. That is pH is equal to negative logarithm of hydronium ion concentration. Okay. So negative logarithm of hydronium ion concentration is equal to 10 ആണ്. That is logarithm of molar concentration of H3O positive is equal to minus 10. Then what is molar concentration of H3O positive? Which is equal to antilog of this value, that is 10 raised to minus 10. അപ്പം molar concentration of H3O positive എന്തെന്ന് കിട്ടി? 10 raised to minus 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ് കിട്ടി. അതെന്തിനായിരിക്കും? ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? റിഡക്ഷൻ റിയാക്ഷന്റെ ടേംസിലാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എല്ലാം എഴുതുന്നത്. അപ്പം എന്തായിരിക്കും നടക്കുന്ന റിയാക്ഷൻ? H plus accepts 1 electron to form half H2. ഓക്കെ, ഇതാണ് നടക്കുന്ന റിയാക്ഷൻ. ഇനി ഈ റിയാക്ഷന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ? പഠിച്ചത് മറന്നിട്ടില്ലല്ലോ, പറഞ്ഞു നോക്കിക്കേ. ഈ സെൽ, ഇവിടെ ഈ സെൽ എന്ന് പറയുന്നത് ഏതാണ്? H plus bar half H2. ഇതാണ് നമ്മുടെ സെൽ. ഈസ് ഈക്വൽ ടു E0 H plus bar half H2 സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടല്ലേ, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻ അല്ലാത്തത് 2.303 RT by NF log molar 1 divided by molar concentration of H plus. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം എടുത്താൽ മതി. ഈ 2.303 ആറിന്റെ വാല്യൂ കൊടുത്തു, 8.314, ടെമ്പറേച്ചർ 298 കെൽവിൻ കൊടുത്തു, ഫാരഡേ കോൺസ്റ്റന്റ് 96487 കൂളോം പെർ മോൾ കൊടുത്തു. അതെല്ലാം കൊടുത്തിട്ടുള്ള സിംപ്ലിഫൈഡ് ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോ ഇത് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാം. E0 സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്? We know that standard hydrogen electrode is a reference electrode and its electrode potential is assigned as 0. 0 value ആണ്. So 0 minus this simplify ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? നമ്മൾ പഠിച്ചതാണ് 0.059 divided by n എന്ന് വരും. log molar concentration of 1 divided by H plus. molar concentration of H plus. ഇപ്പൊ 0 ഇവിടെ കിടന്നോട്ടെ. ഓക്കെ, 0 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ, ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എത്ര ഇലക്ട്രോൺ ആണ്? ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ദാറ്റ് ഡിവൈഡഡ് ബൈ 1 log 1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് H3O പോസിറ്റീവ് തന്നെയാണ് അല്ലെ? ബിക്കോസ് H പ്ലസിന് തന്നെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് ഇത് ഹൈഡ്രേറ്റഡ് ഫോമിലാണ് നിൽക്കുന്നത്, വാട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫോമിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അതിന് H3O പോസിറ്റീവ് എന്ന് എഴുതുന്നത്. സോ വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ? 10 raised to minus 10. ഓക്കെ, നൗ ഈ 10 raised to minus 10 മുകളിൽ വരുമ്പോ എന്താകും? അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ് 0 ഇല്ല, 0.059 log
10⁻10 എന്ന് വരും. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോഗ് a⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നത് x log a ആണ്. അപ്പൊ ഇവിടെ ലോഗ് 10⁻10 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 10 log 10 ആണ്. ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. സോ വാട്ട് ഈസ് ദ ആൻസർ? 10 into 1 that is equal to 10. അപ്പൊ ലോഗ് 10⁻10ന്റെ ആൻസർ എത്രയാണ്? 10 ആണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മറന്നു പോകരുത് കേട്ടോ. സോ that is equal to minus 0.059 into 10 into അല്ലേ ഇവിടെ. So the value becomes minus 0. ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി അല്ലേ. അപ്പൊ എന്ത് വരും? 0.59 വോൾട്ട്. ബിക്കോസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമ്മളോട് മെഷർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് 0.59 volt. So this is the answer. Okay. Now the second question. Calculate the EMF of the cell in which the following reaction takes place. Nickel plus 2 Ag plus gives nickel 2 plus 2 Ag. ഇവിടെ സിൽവർ അയോണിന്റെയും നിക്കൽ അയോണിന്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ EMF കണ്ടുപിടിക്കാൻ ആകെ നമ്മുടെ കയ്യിലുള്ളത് എന്തേ ഉള്ളൂ? Nernst equation. So let us write Nernst equation. Nernst equation E cell is equal to E0 cell minus, ഇപ്പൊ സിംപ്ലിഫൈഡ് ഫോം എഴുതാൻ പോകുന്നത് 0.059 ഡിവൈഡഡ് ബൈ n log മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആരുടെ മോളാർ കോൺസെൻട്രേഷൻ ആണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്? പ്രോഡക്ട്സിന്റെ. സോ നിക്കൽ 2 പ്ലസ്, പഠിച്ചത് മറന്നിട്ടില്ലല്ലോ അല്ലെ? ഡിവൈഡഡ് ബൈ ഇനി ആരുടെയാണ്? റിയാക്ടൻസിന്റെ Ag പ്ലസ്, അവിടെ കോയിഫിഷ്യന്റ് എത്രയാണ്? 2, അത് പവർ ആയിട്ട് എഴുതണം. സോ Ag പ്ലസ് സ്ക്വയർ. നൗ ലെറ്റ് us substitute the value. E0 സെല്ല് തന്നിട്ടുണ്ട് 1.05 വോൾട്ട്. സോ 1.05 വോൾട്ട് മൈനസ്, ഞാൻ യൂണിറ്റ് എഴുതുന്നില്ല, അവസാനം നമുക്ക് എഴുതാം, കാരണം ഈ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് വോൾട്ട് തന്നെയാണ്. 0.059 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ആണ്. നിക്കൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു? നിക്കൽ 2 പ്ലസ് ആയിട്ട് മാറി. എത്ര എണ്ണത്തിന് വിട്ടുകൊടുത്തു? 2. സോ നമ്പർ n ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. സോ n ഈസ് ഈക്വൽ ടു 2. Then log molar concentration of nickel 2 plus, that is 0.160 divided by, ഇവിടെ എത്രയാണ്? 0.002 സ്ക്വയർ. ഓക്കെ, ഇനി അതെങ്ങനെ എഴുതാം? 1.05 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 log 0.160 ഡിവൈഡഡ് ബൈ 2 into 10⁻³ the whole square എന്ന് എഴുതാമല്ലേ? സിംപ്ലിഫൈ ചെയ്യും. ഇപ്പൊ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്, നമുക്ക് വളരെ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.05 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 log 4 into 10⁻⁴. ഇനി ഇത് നോക്കിക്കേ, ഇത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത് നോക്കിക്കേ. ലോഗ് എ ബി എന്ന് പറയുന്ന രൂപത്തിലാണ് കിടക്കുന്നത്. ലോഗ് എ ബി എന്നുള്ളതിനെ നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. കാൽക്കുലേറ്റർ ഉള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലാത്തവർക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പൊ നമ്മുടെ കൈ കിട്ടിയേക്കുന്ന ലോഗ് 4 into 10⁻⁴ ആണ്. അപ്പൊ ലോഗ് 4 പ്ലസ് ലോഗ് 10⁻⁴ എന്ന് വരും. ഓക്കെ, ലോഗ് 4ന്റെ വാല്യൂ നമുക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതുപോലെ ലോഗ് 10⁻⁴ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലോഗ് a⁻x നെ എങ്ങനെ എഴുതാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ലോഗ് 4 പ്ലസ് 4 ലോഗ് 10 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ, ഇതിന്റെ ലോഗരിതം നോക്കി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 4.6021. ഓക്കെ, ഇനി ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1.05 മൈനസ് 0.059 ബൈ 2 ഇൻറ്റു 4.6021.
ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ ആണ് 0.91 വോൾട്ട്. ഓക്കെ, ഇപ്പൊ കാൽക്കുലേഷൻ തെറ്റിക്കാതെ ചെയ്യുക. ഇക്വേഷൻ നമ്മുടെ കയ്യിലോട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ മൂന്നാമത്തെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 3.6. The cell in which the following reaction occurs: 2Fe3 plus 2I minus gives 2Fe2 plus I2 has E0 cell is equal to 0.236 volt at 298 Kelvin. Calculate the standard Gibbs energy. എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ആൻഡ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി സെൽ റിയാക്ഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണ്, ഗിബ്സ് എനർജി ഡെൽറ്റ G ആണ്. ഡെൽറ്റ G നോട്ട് വരുമ്പോഴാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു, എന്താണ് ഇക്വേഷൻ പറയാ, മൈനസ് NF E0 സെൽ. ഓക്കെ, എഫിന്റെ വാല്യൂ അറിയാമല്ലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് F? F ഈസ് ഈക്വൽ ടു 96487 കൂളോം പെർ മോൾ. ഓക്കെ, now what is the value of n? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ആണ്. ഇവിടെ നോക്കാം നമുക്ക് എത്രയാണ് n ന്റെ വാല്യൂ. ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് I മൈനസ് എടുക്കാം. ഒരു I മൈനസ് എന്തായിട്ട് മാറി? I2 ആയിട്ട് മാറി. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പൊ അങ്ങനെ എത്ര I മൈനസ് ഉണ്ട്? 2 I മൈനസ് ഉണ്ട്. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. സോ n ഈസ് ഈക്വൽ ടു 2. ന്റെ വാല്യൂ 2 ആണ്. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് 2 ഇൻറ്റു ഫാരഡേ 96487 കൂളോം പെർ മോൾ. ഓക്കെ, കൂളോം പെർ മോൾ ഇൻറ്റു E0 സെൽ എത്രയാണ്? 0.236 വോൾട്ട്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ജൂളിലുള്ള വാല്യൂ കിട്ടും. ജൂൾ ബിക്കോസ് കൂളോം ഇൻറ്റു വോൾട്ട് എന്ന് പറയുന്നത് ജൂൾ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -45541.86 ജൂൾ പെർ മോൾ. 86 ജൂൾ per mol. Okay, now ഇതിനെ കിലോ ജൂളിൽ എഴുതാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. ജൂളിലെ കിലോ ജൂൾ ആക്കാൻ, ഹയർ യൂണിറ്റിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ -45.54 കറക്റ്റ് ചെയ്ത് എഴുതാം. 2 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ദിസ് ഈസ് ദി ഡെൽറ്റ G0 വാല്യൂ. ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ Gയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഡെൽറ്റ G ഈസ് ഈക്വൽ ടു G0 ഈസ് ഈക്വൽ ടു -2.303 RT log K. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? K ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ log K is equal to എങ്ങനെ എഴുതാം? ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ ഇവിടെ കിടക്കട്ടെ 2.303 RT. R ന്റെ വാല്യൂ അറിയാലോ, 8.314. ടെമ്പറേച്ചർ എത്രയാണ്? 298 കെൽവിൻ. വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. log K is equal to, നമ്മൾ ഡെൽറ്റ G0 വാല്യൂ എത്രയാണ്? ഇത് -45.542 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ വീണ്ടും 1000 വെച്ച് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം, കാരണം ജൂളിലുള്ള വാല്യൂ എഴുതണം. സോ 45 -45 is equal to, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അതുകൂടാതെ ഡെൽറ്റ ജിയുടെ മൈനസ് വാല്യൂ ഉണ്ട്. സോ -4552 ഡിവൈഡഡ് ബൈ 2.303 RT. 2.303 into R ന്റെ വില 8.314 into 298 കെൽവിൻ. ഇതിനെ ഈ രണ്ട് മൈനസ് സൈനും കൂടെ ചേരുമ്പോൾ പ്ലസ് സൈൻ ആകും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 7.981. ഓക്കെ, സോ log K is equal to 7.981 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ K എങ്ങനെ കണ്ടുപിടിക്കും? K is ആന്റി ലോഗ് ആരുടെ? 7.981 ആന്റി ലോഗ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെ?
ഓക്കെ, which is equal to 7 നമുക്ക് 10ന്റെ പവറിലേക്ക് എഴുതാം. 10 raised to 7. 0.981 ന്റെ ആന്റി ലോഗരിതം വാല്യൂ നോക്കുക. അത് എത്ര കിട്ടും? 9.550 into 10 raised to 7. 0.955 എന്നാണ് കിട്ടുന്നത്. ഒരു പോയിന്റ് കൂടെ ചേർത്ത് 9.550 into 10 raised to 7 എന്ന ആൻസർ എഴുതുക. ഓക്കെ, ഇനി NCERT എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Calculate the standard cell potentials of galvanic cell in which the following reaction takes place. രണ്ട് റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. Calculate the standard Gibbs energy and equilibrium constant of reaction. First reaction 2Cr plus 3Cd2 plus gives 2Cr3 plus 3Cd. Okay. Second reaction 2Fe2 plus Ag plus gives Fe3 plus Ag. അപ്പൊ ഈ രണ്ട് റിയാക്ഷന്റെയും സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ അല്ലേ? അതിനകത്ത് E0 സെല്ല് തന്നിട്ടുണ്ടോ നമുക്ക്? E0 സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ആനോഡ്. അപ്പൊ ആദ്യം നമ്മൾ E0 സെല്ല് കണ്ടുപിടിക്കണം, വേണ്ടേ? അപ്പൊ അതിനുവേണ്ടി റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ക്രോമിയം, കാഡ്മിയം, Fe3 plus to Fe2 plus Ag plus bar Ag, നാലെണ്ണത്തിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുന്നില്ല. അവിടെ ആരാണ് കാഥോഡ് എന്ന് കണ്ടുപിടിക്കണം. കാഥോഡിന് എന്താണ് നടക്കുന്നത്? റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. ഇവിടെ ക്രോമിയം ആണോ കാഡ്മിയം ആണോ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത്? Cd2 പ്ലസ് എന്തായിട്ട് മാറി? Cd ആയിട്ട് മാറി. സോ കാഡ്മിയം ഈസ് ദി കാഥോഡ്. അപ്പൊ ഞാൻ E0 സെല്ല് എഴുതാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ചോണേ. E0 സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് എന്ന് പറയുന്ന ആരാണ്? കാഡ്മിയം ആണ്. അതായത് Cd2 പ്ലസ് ബാർ Cd. E0 Cd2 പ്ലസ് ബാർ Cd മൈനസ് ഇനി ആനോഡ് ആരാണ്? ക്രോമിയം ആണ്. അപ്പൊ ക്രോമിയം എങ്ങനെ എഴുതും? E0 Cr3 പ്ലസ് ബാർ Cr. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ? അതുകൊണ്ടാണ് Cr3 പ്ലസ് ബാർ Cr. അതൊക്കെ നമ്മൾ മുൻപേ നന്നായിട്ട് പഠിച്ചതാണ്. ആൻഡ് ഇറ്റ്സ് വാല്യൂ, കാഡ്മിയത്തിന്റെ വാല്യൂ എത്രയാണ്? മൈനസ് 0.40 വോൾട്ട് മൈനസ് ക്രോമിയത്തിന്റെ എത്രയാണ്? മൈനസ് അഗെയിൻ അവിടെ ഒരു മൈനസ് ഉണ്ട്, 0.74 വോൾട്ട്. ഓക്കെ, ഇനി ഇത് വരുമ്പോ എങ്ങനെ വരും? മൈനസ് 0.40 വോൾട്ട് പ്ലസ് 0.74 വോൾട്ട് എന്ന് വരും. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ എത്ര കിട്ടും? 0.34 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയ E0 സെൽ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ G0 കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഡെൽറ്റ G0 കണ്ടുപിടിക്കാം. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ആണ്. ഇവിടെ എത്രയാണെന്ന് നോക്കി ഒരെണ്ണം നമ്മൾ നോക്കിയാൽ മതി. ആനോഡിന്റെയോ കാഥോഡിന്റെയോ. ക്രോമിയം നോക്കി, ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. എത്രയായിട്ട്? 3 ആയിട്ട്, +3 ആയി. അപ്പൊ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു? 3 ഇലക്ട്രോണിനെ. പക്ഷെ ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാണ്? 2 into 3 is equal to 6. So N is equal to 6. So minus 6 into 96487 യൂണിറ്റ് ഞാൻ എഴുതുന്നില്ല കേട്ടോ, കൂളോം പെർ മോൾ ആണ്. ഇൻറ്റു E0 സെല്ലിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 0.34 വോൾട്ട്. സോ 0.34. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡെൽറ്റ G0 വാല്യൂ ഈക്വൽ ടു മൈനസ് 196,833.48 ജൂൾ പെർ മോൾ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അതിന് നമുക്ക് കിലോ ജൂളിലേക്ക് എഴുതാം. എങ്ങനെ എഴുതാം? മൈനസ് 196.833 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഡെൽറ്റ G0യുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം, വേണ്ടേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ G0യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതാണ്?
delta G0 is equal to minus 2.303 RT log K. Okay. Now log K is equal to എങ്ങനെ എഴുതാം? Delta G0 divided by 2.303 RT. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, മൈനസ് സൈൻ അവിടെ ഇട്ടേക്കണം. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0യുടെ വാല്യൂ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ ഇട്ടു. അതുകൂടാതെ ഡെൽറ്റ G0യുടെ വാല്യൂ മൈനസ് ആണ്, അതും കൊടുക്കുകയാണ്. മൈനസ് 196. ഇത് കിലോ ജൂളിലുള്ളതാണ്, ജൂളിലുള്ളത് എഴുതണം, കാരണം ആറിന്റെ വാല്യൂ ജൂളിലുള്ളതാണ് നമ്മൾ എഴുതുന്നത്. സോ 833 divided by, that is joule per mole, അത്രയും joule per mole into divided by 2.303 into 8.314 joule per Kelvin per mole into 298 Kelvin. യൂണിറ്റുകളെല്ലാം കട്ടായി പോകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 34.5 എന്ന് കിട്ടും. സോ ലോഗ് കെ ഈസ് ഈക്വൽ ടു 34.5 എന്ന് കിട്ടി. Now what is K? K is equal to anti-log of 34.5. അപ്പോൾ നമ്മൾ ആന്റിലോഗ് കാണുമ്പോൾ 34ന്റെ 10ന്റെ പവേഴ്സിൽ എടുക്കും 10⁻34.5ന്റെ ആന്റിലോഗ് എന്ന് കാണുമ്പോൾ ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് നമുക്ക് കാണാം. 0.5ന്റെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.3162 ആണ്. അപ്പോൾ ഒരു പോയിന്റ് കൂടി കൂട്ടി നമ്മൾ 3.162 into 10⁻34. So this is the answer. Hope it is clear. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ ആനോടും കാഥോഡും ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ Fe2+ Fe3+ ആയിട്ട് മാറുന്നു. അപ്പൊ ആരാണ് ആനോഡ്? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാണ്, അപ്പം അയൺ ആനോഡാണ്. Ag+ Ag ആയിട്ട് മാറുന്നു, റിഡക്ഷൻ സംഭവിക്കുന്നു, അപ്പൊ സിൽവർ കാഥോഡാണ്. അപ്പൊ അതിന്റെ E0 സെല്ല് കണ്ടുപിടിക്കുക, ഡെൽറ്റ G0 വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കുക, ദെൻ ഫൈനലി K വാല്യൂ കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്കൊരു അസൈൻമെന്റ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾ ഈ ചെയ്ത് നോക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, അടുത്ത NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ Nernst equation and EMF of the following cells at 298 Kelvin. രണ്ട് സെല്ലുകൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് സെല്ലിന്റെയും Nernst equation എഴുതണം, അതുപോലെ EMF-ഉം എഴുതണം. ആദ്യം തന്നിരിക്കുന്ന സെല്ല് Mg bar Mg2+, double bar salt bridge Cu2+ bar Cu, iron second one iron bar Fe2+, double vertical line, then H+ bar H2, gas at 1 bar platinum. അറിയാല്ലേ? അപ്പൊ ഇതിനകത്ത് ആദ്യം നമുക്ക് ഇപ്പൊ എങ്ങനെ നമ്മളോട് Nernst equation എഴുതാൻ ചോദിച്ചാലും ഫസ്റ്റ് നമ്മൾ ആ സെല്ലിന്റെ റിയാക്ഷൻ എഴുതണം. അത് നമ്മൾ ആദ്യം ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ സെല്ലിന്റെ റിയാക്ഷൻ എഴുതാം. ഈ സെല്ലില് ആനോഡ് മെഗ്നീഷ്യം ആണെന്നും കാഥോഡ് കോപ്പർ ആണെന്നും നമുക്ക് മനസ്സിലായി, കാരണം ലെഫ്റ്റിൽ എഴുതുന്ന ആനോഡും റൈറ്റിൽ എഴുതുന്ന കാഥോഡുമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ റിയാക്ഷൻ എഴുതാം. എങ്ങനെയായിരിക്കും റിയാക്ഷൻ വരുന്നത്? Mg plus Cu2+ gives Mg എന്തായിട്ട് മാറുന്നു? Mg2+ ആയിട്ട് മാറുന്നു. അപ്പൊ Mg2+ എന്നുള്ളത് പ്രോഡക്റ്റ് സൈഡിലാണ് വരുന്നത്. ഇവിടെ Cu2+ ആണ് റിയാക്ടന്റ് സൈഡിൽ വരുന്നത്. അതെന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. സോ Mg2+ plus Cu. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. ഇനി നമ്മളോട് Nernst equation എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് Nernst equation എഴുതാം. സോ E cell is equal to E0 cell minus 2.303 എന്നുള്ളത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? 0.059 divided by n log molar concentration of ഏതാണ് പ്രോഡക്റ്റിന്റെ ആണ് എഴുതേണ്ടത്? Mg2+ divided by molar concentration of Cu2+. ഓക്കെ, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, Mg2+ന്റെയും Cu2+ന്റെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇനി സിമ്പിൾ ആണ്. ഇനി n എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നത്? 2. ശരിയല്ലേ? അപ്പൊ n 2 ആണ് എന്നിന്റെ വാല്യൂ. സോ E0 സെൽ, E0 സെല്ല് നമ്മൾ കണ്ടുപിടിക്കണം. E0 സെല്ല് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? E0 സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ് അല്ലെ. ഇവിടെ ഈ കാഥോഡ് എന്ന് പറയുന്നത് ആരാണ്? കോപ്പർ ആണ്. അതായത് Cu2+ bar Cu മൈനസ് E0 എല്ലാം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്.
മൈനസ് E0 ആനോട് ഏതാണ് മഗ്നീഷ്യം ആണ്. സോ Mg2 പ്ലസ് ബാർ Mg. ഓക്കെ, അപ്പൊ കോപ്പറിന്റെ എത്രയാണ് നമുക്കറിയാം, പഠിച്ചതാണ് 0.34 വോൾട്ട് മൈനസ് മഗ്നീഷ്യത്തിന്റെ എത്രയാണ് മൈനസ് 2.37 വോൾട്ട്. രണ്ട് മൈനസുകളാണ് വന്നിരിക്കുന്നത് അല്ലെ, അപ്പൊ അത് പ്ലസ് ആകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.34 വോൾട്ട് പ്ലസ് 2.37 വോൾട്ട്. ഇതിന്റെ വാല്യൂ 2.71 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ സീറോ സെല്ല് കിട്ടി. നമുക്ക് ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.71 വോൾട്ട്. കാരണം നമുക്ക് ഇനി അടുത്തത് EMF ആണ്. നമ്മൾ നേൺസ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞു അല്ലെ. നേൺസ് ഇക്വേഷൻ എഴുതി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, EMF ആണ്. 2.71 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Mg2 പ്ലസ് എന്താണ്, that is 0.001 ഡിവൈഡഡ് ബൈ കോപ്പറിന്റെ 0. എത്ര സീറോ ഉണ്ട്, 3 സീറോ ഉണ്ട്. 1 2 3 then 1 ഇതാണ് കിട്ടുന്ന വാല്യൂ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 2.71 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ്. ഇത് നോക്കിക്കേ, ഇത് പോയിന്റ് കഴിഞ്ഞ് 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. സോ ദിസ് ഈസ് 10 raised to minus 3. അടിയിലത് 10 raised to minus 4. -3 ക്യാൻസൽ ചെയ്ത് പോകും. 10 raised to -3 10 raised to -3 ക്യാൻസൽ ചെയ്ത് പോയാൽ അടിയിലൊരു 10 raised to -1 ഉള്ളൂ അല്ലെ. അപ്പൊ അത് മുകളിൽ വരുമ്പോൾ ലോഗ് 10 ആകും അല്ലെ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2.71 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 ലോഗ് 10 എന്ന ആൻസർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ലോഗ് 10 ലോഗ് 10ന്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പൊ ഇവിടെ 1 എന്ന് കിട്ടി. സോ E cell is equal to എങ്ങനെ എഴുതാം, E cell is equal to 2.71 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 2.6805 volt. Okay, this is the answer. Now the second question, Fe bar Fe2 plus എന്നുള്ള ഈ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ നേൺസ്റ്റ് ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് എഴുതണം, സെൽ റിയാക്ഷൻ എഴുതണം. അപ്പൊ സെൽ റിയാക്ഷൻ എഴുതാൻ ആദ്യം നമുക്ക് എന്ത് എഴുതണം, Fe. ലെഫ്റ്റ് സൈഡിൽ Fe ആണ് മാറുന്നത്. Fe എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, H പ്ലസുമായിട്ട്. ഓക്കെ, H പ്ലസ് കാഥോഡിലെ H പ്ലസുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു, Fe2 പ്ലസും ഹൈഡ്രജനുമായിട്ട് മാറുന്നു. ശരിയല്ലേ, H പ്ലസ് H2 ആയിട്ട് മാറുന്നു, ഹൈഡ്രജൻ ആയിട്ട് മാറുന്നു. ഇനി ഇവിടെ ബാലൻസ്ഡ് ആണോ, അല്ല. ഇവിടെ 2H പ്ലസ് കൊടുക്കണം. Now the equation is balanced. ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാം. എങ്ങനെ വരും, E cell is equal to E0 cell minus 2.303 RT by NF എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ ശരിയാണ്. ഇങ്ങനെയും എഴുതാം, 0.059 ഡിവൈഡഡ് ബൈ N ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇതാണ് Fe2 പ്ലസ് ആണല്ലേ, Fe2 പ്ലസ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ്. അവിടെ കോയിഫിഷ്യന്റ് 2 ആണ്, അതിനെ പവർ ആയിട്ട് റേസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ പഠിച്ചേക്കുന്നത് അല്ലേ. സോ H പ്ലസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇനി E0 സെറ്റ് തന്നിട്ടുണ്ടോ, ഇല്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ആനോഡും കാഥോഡും ഏതാണ്, ആനോഡ് അയൺ ആണ്, കാഥോഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് E0 സെറ്റ് കണ്ടുപിടിക്കാം. E0 സെൽ ഈസ് ഈക്വൽ ടു എന്താണ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ആൻഡ് വാട്ട് ഈസ് ദ കാഥോഡ്, ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലേ. അപ്പൊ ഈ H പ്ലസ് E0 H പ്ലസ് ബാർ ഹാഫ് H2 മൈനസ് E0 Fe2 പ്ലസ് ബാർ Fe. എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത്. is equal to E0 സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്, 0. സോ 0 മൈനസ് അയണിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ മൈനസ് 0.44. സോ അഗൈൻ ഈ മൈനസ് 0.44 വോൾട്ട്.
and that is equal to 0.44 volt. ഈ സീറോ സെൽ എത്രയാണ്? 0.44 volt. ഇനി ഈ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ സീറോ സെൽ എത്ര കിട്ടും? 0.44 വോൾട്ട്. കാരണം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി EMF കണ്ടുപിടിക്കണം. So 0.44 volt minus 0.059 divided by n എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ആണ് ഈ റിയാക്ഷനില്? ലോസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ് എത്രയാണ്? അയൺ Fe എന്തായിട്ട് മാറി? Fe2+ ആയിട്ട് മാറി. അപ്പൊ എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു? 2. സോ n is equal to 2 into log molar concentration of Fe2+ എത്രയാണ്? 0.001. okay, divided by H+ ന്റെ concentration 1 molar ആണ്, that is 1 square. okay, now which is equal to 0.44 volt minus 0.059 divided by 2. So log 1 into 10 raised to minus 3. Decimal point കഴിഞ്ഞ് 3 പ്ലേസ് ഉണ്ട്. സോ 1 into 10 raised to minus 3. ഇത് ചെയ്യുന്ന എങ്ങനെ? നമ്മൾ ആദ്യം പറഞ്ഞു log a raised to x നെ നമുക്ക് എങ്ങനെ കാണാം? x log a ആയിട്ട് കാണാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ is equal to 0.5285 വോൾട്ട് എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പ്രോബ്ലംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് അത് ഞാൻ ചെയ്തിട്ടില്ല. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം നിങ്ങൾക്കെല്ലാം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.